ഇന്ന് സൺഡേ അല്ലേ, നമുക്ക് ബീച്ചിൽ പോയാലോ? അങ്ങനെയാണെങ്കിൽ ഐസ്ക്രീം ഒക്കെ കഴിച്ച് കൈയും പിടിച്ചിങ്ങനെ നടക്കാം. സന്ധ്യ സന്ധ്യ ഓ എടി ഒന്ന് വാ. വരുമ്പോ തന്നെ എല്ലാം വാങ്ങിച്ചതാ. ഞാൻ വിചാരിച്ചു വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാന്ന്. ഇവിടെ വന്നിട്ട് എന്തായാലും നമ്മള് സാധനം മേടിക്കാൻ പോകണ്ടേ? അതിന് സമയമില്ലാത്തോണ്ട് വരുമ്പോ തന്നെ മേടിച്ച്. എന്നാ ശരി, ഞാൻ പോവാണേ. പോവാനോ? ഇത്രയും നേരം ഞാനും കുഞ്ഞു ഏട്ടനെ നോക്കിയിരിക്കായിരുന്നു. അല്ല, ജോലി കഴിഞ്ഞ 5 മിനിറ്റ് പോലും ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ പറ്റാണ്ട് ഇത്രയും തിരക്കിട്ട് നിങ്ങൾ അവിടെ പോവാ? എടി, മനോജിന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ അല്ലേ, ഞാൻ അങ്ങോട്ട് പോവുക. അത് നാളെ അല്ലേ? അതിനെന്തിനാ ഇപ്പൊ തന്നെ ഇങ്ങനെ തിരക്ക് പിടിച്ച് പോകുന്നത്? അത് ശരി, നാളെയാണ് വന്നിട്ട് അവിടെ പന്തലുണ്ട, ഡെക്കറേഷൻ ചെയ്യണ്ട. എടി, എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെയുള്ളു. 100 ആയിസം അവന്മാരെ വിളിച്ചോണ്ടിരിക്കുന്നു. പിന്നെ രാത്രിക്ക് ഒന്നും കഴിക്കാൻ വേണ്ട, നീയും കുഞ്ഞും കിടന്നോ, ഞാൻ വരാൻ വൈകും. എടാ എത്തി. പപ്പ പോയി. അല്ലെങ്കിലും ജോലി കഴിഞ്ഞ് വന്നാൽ നമ്മുടെ കൂടെ ഇരിക്കാനൊന്നും സമയം ഉണ്ടാവില്ലല്ലോ. വന്നത് ഒറ്റ പോക്കാ, ഫ്രണ്ട്സ് വിട്ട്. പിന്നെ എപ്പോഴാ കേറി വരുന്നത്? ഞായറാഴ്ചകളും കുറച്ച് സംസാരിച്ചിരിക്കാ പറഞ്ഞ അന്ന് രാവിലെ തന്നെ എണിച്ചു പോകും. കല്യാണം കഴിച്ചൊന്ന് പേരേ ഉള്ളൂ, ആ ഒറ്റപ്പെട്ട പോലെയാ. ഏട്ടാ, എന്താ അടുത്ത ചൊവ്വാഴ്ച ലീവാക്കണേ. ചൊവ്വാഴ്ച ലീവ് എടുക്കാനോ? അന്നത്തെ പരിപാടി എന്താ പരിപാടിന്നോ? അന്ന് എന്റെ വലിയച്ഛന്റെ പോയിന്റ് എൻഗേജ്മെന്റ് അല്ലേ, ഏട്ടാ മറന്നോ? ഓ, അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ. സന്ധ്യ, ഒന്നാമത് സ്റ്റാഫ് കുറവാ. ഈ സമയത്ത് പോയിട്ട് ലീവ് വെച്ചാൽ മാനേജറിന്റെ വായിലുള്ളത് കേൾക്കേണ്ടി വരും. എന്തായാലും ഇപ്പൊ പോണോ? കല്യാണത്തിന് പോയ പോരെ? എന്താ ഏട്ടാ, അവർ ഇത്രയും ദൂരത്ത് നിന്ന് ഇവിടെ വന്ന് വിളിച്ചല്ലേ, പിന്നെ എങ്ങനെ പോവാതിരിക്കുക? എടാ, എനിക്കും പോകണമെന്നുണ്ട്, ലീവ് കിട്ടാത്തോണ്ടല്ലേ. ഒരു കാര്യം ചെയ്യാം, എന്തായാലും കല്യാണം പെട്ടെന്ന് തന്നെ ഉണ്ടായില്ലേ, ആ ഒരു സമയത്ത് 2-3 ദിവസം നേരത്തെ വന്നാ പോരെ? അതൊന്നും പറ്റില്ല, എൻഗേജ്മെന്റ് എന്തായാലും പോയേ പറ്റൂ, കുടുംബക്കാരെല്ലാരും വരുന്നതാ. ഓ, എന്നൊരു കാര്യം ചെയ്യാ, തിങ്കളാഴ്ച ജോലി കഴിഞ്ഞിട്ടേ നിന്നെയും കുഞ്ഞിനെ ഞാൻ അവിടെ കൊണ്ട് വിട്ടുതരാം. പിന്നെ പരിപാടി കഴിഞ്ഞിട്ട് നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇവിടെ കൊണ്ടാക്കാൻ പറഞ്ഞാ പോരെ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ട് എന്റെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മൾ ഒരുമിച്ച് പോയിട്ടുണ്ടോ? എന്തേലും പരിപാടി വന്നാ അപ്പൊ തുടങ്ങും നിങ്ങളുടെ തിരക്ക്. ഫ്രണ്ട്സ് വിളിക്കുമ്പോ ഈ തിരക്കൊന്നും കാണുന്നില്ലല്ലോ. അവന്മാര് വിളിച്ച 2-3 ദിവസമൊക്കെ ലീവ് എടുത്തിട്ട് പോകുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ എന്റെ വിധി, അല്ലാണ്ട് എന്ത് പറയാൻ. നീ എന്തായാലും ചലിച്ചിട്ട് പോന്ന്? കല്യാണം കഴിഞ്ഞ ഫ്രണ്ട്സ് ഒന്നും വേണ്ടതാ? രാവിലെ തന്നെ തുടങ്ങും. ഇല്ലമ്മ, ഏട്ടനൊന്നും നാളെ വരില്ല. ഇന്നിപ്പോ ജോലി കഴിഞ്ഞിട്ട് എന്നെയും കുഞ്ഞിനെ അവിടെ കൊണ്ട് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറെ നേരം റെഡി ആയിരിക്കുന്നത്, ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല. നിങ്ങളിപ്പോ അവിടെയാ? എല്ലാരും വന്നിട്ടുണ്ടാവുംല്ലേ? ഞാൻ എന്തായാലും രാത്രി ആകുമ്പോഴേക്കും അവിടെ എത്താം. ശരി. എത്ര നേരം റെഡി ആയിരിക്കുന്നു, വണ്ടിയിലായിരിക്കും കേട്ടോ വിളിച്ച് വെറുപ്പിക്കാത്ത. ആ സന്ധ്യ പറയ്. ഏട്ടാ എവിടെയാ ഉള്ളത്? ഇത്ര നേരമായിട്ട് എന്താ വരാത്ത? അയ്യോ, നിന്നോട് പറയാൻ വിട്ടുപോയി. നമ്മുടെ സികേഷേ അവൻ ഇന്ന് രാത്രി ഗൾഫിൽ നിന്ന് വരിക. അപ്പൊ നിങ്ങളുടെ കാറെടുത്ത് ഞങ്ങളെ കൂടി എയർപോർട്ടിൽ പോകാൻ നിൽക്കുക. പിന്നെ എനിക്ക് രാത്രിക്ക് ഒന്നും വേണ്ട കേട്ടോ, ഞാൻ അവിടെ കഴിക്കും. പിന്നെ നീ ഉറങ്ങിക്കോ, ചിലപ്പോ ലേറ്റ് ആവും ട്ടോ. ഹലോ, എന്തായാലും ഒന്നും മിണ്ടാത്തേ? അല്ല ഏട്ടാ, ഇന്ന് ജോലി കഴിഞ്ഞ് വന്നിട്ട് എന്നെയും കുഞ്ഞിനെ എന്റെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞതല്ലേ. നാളെ എൻഗേജ്മെന്റ് അല്ലേ, അതൊക്കെ നിങ്ങൾ മറന്നോ? അയ്യോ, പോവാന്ന് പറഞ്ഞു. എടി സന്ധ്യ, അതിപ്പോ ഒരു കാര്യം ചെയ്യ്, നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ പറ, എന്നിട്ട് നീ അവരോട് വയ്ക്കോ. ഇത്രയും ദൂരത്തുനിന്ന് അവരിങ്ങോട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ എപ്പോ പോവാനാ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഒന്ന് വേഗം വാ. എന്നൊരു കാര്യം ചെയ്യാം, നാളെ പുലർച്ചെ കൊണ്ടുവിടാ. എടി, അവന്മാര് വിളിക്കുന്നു, പോവാൻ നിൽക്കുക. ഓക്കെ ഏട്ടാ, ശരി.
സന്ധ്യ സോറി ഡേ, രാത്രി 10 മണിക്ക് വരേണ്ട ഫ്ലൈറ്റ് 12 മണിക്കാണ്. പിന്നെ ഞാൻ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തന്നെ 1 മണിയായടാ. പിന്നെ ഞങ്ങളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് രാത്രി നിന്നെ ബുദ്ധിമുട്ടിക്കേണ്ട പറഞ്ഞിട്ട് എല്ലാവരും കൂടി അവൻ്റെ വീട്ടിൽ തന്നെ കിടന്ന്. നേരത്തെ വരണം എന്നൊക്കെ വിചാരിച്ചാ ഉറങ്ങിപ്പോടി. ഓഫീസിൽ 5-6 പ്രാവശ്യം വിളിച്ചിരുന്നു. അപ്പൊ മാനേജറിന്റെ കൈയും കാലും പിടിച്ചിട്ട് ലീവ് ഒപ്പിച്ചത്. എന്തായാലും നമുക്ക് കല്യാണം അടിച്ചു പൊളിയാക്കാട്ടോ. ഞാൻ പോയി കിടക്കട്ടെ, എനിക്ക് ഭയങ്കര തലവേദന. എടാ ഞാൻ പോയിട്ട് വരാട്ടോ. എന്താണ് ഈ മുഖവും വീർപ്പിച്ചിരിക്കുന്നത്? എൻഗേജ്മെന്റ് പോവാത്തോണ്ടാ? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 1 മാസമല്ലേ, അതിനുശേഷം നീ മര്യാദയ്ക്ക് എന്നെ മിണ്ടിട്ടുണ്ടാ? കല്യാണം. ഹലോ, എവിടെയല്ലേ? കൊഴയെടുത്താ? ഞാത്തി എന്നാലും മേടിക്കാൻ ഞാൻ വരുമ്പോ. ആയിക്കോട്ടെ. നീ അവിടെ മുഖം വീർപ്പിച്ചിരുന്നു. ഭാര്യ കാമുവിനൊപ്പം ഒളിച്ചോടിപ്പോയി. ഓൺലൈൻ വാർത്ത. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടത്ര സ്നേഹവും പരിചരണവും കൊടുക്കാത്തത് കൊണ്ടാണ് കാമുവിനൊപ്പം പോയെന്ന് കോടതിയിൽ എഴുതി. കൊറേ നേരമല്ലേ നീ ഫോൺ എടുത്ത് റൂമിൽ പോയിരിക്കുന്നത്? നീ ആരെ വിളിച്ചാ? അത് ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിച്ചതാ. വീട്ടിലേക്കോ? ഇല്ലില്ല, അതൊന്നും കുഴപ്പമില്ല. ആരോട് സംസാരിക്കുന്ന കുറെ നേരമല്ലോ. അളിയ പറയ്. ഞാൻ പറ. അയ്യോ, സിനിമയ്ക്കൊന്നും പോണ്ടേട്ടാ, വരാൻ ലേറ്റ് ആവില്ലേ? ഇന്ന് സൺഡേ അല്ലേ, നമുക്ക് ബീച്ചിൽ പോയാലോ? അങ്ങനെയാണെങ്കിൽ ഐസ്ക്രീം ഒക്കെ കഴിച്ച് കൈയും പിടിച്ചിങ്ങനെ നടക്കാ. നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോ എവിടെ പോയെന്ന് ഏട്ടന് ഓർമ്മയുണ്ടോ? ഏട്ടന് ഓർമ്മയുണ്ടാവില്ല അല്ലേ? നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് പോയത് മലമ്പുഴയ്ക്ക. അന്ന് നമ്മൾ കുറെ നേരം ഇരുന്ന് സംസാരിച്ചു, കുറെ തമാശ പറഞ്ഞു, ഫോട്ടോ എടുത്തു. ശരിക്കും പറഞ്ഞാൽ അന്നാ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ കല്യാണത്തിന് ശേഷം ഏട്ടൻ ആകെ ബിസിയായി. അതൊക്കെ പോട്ടെ, ഈ ഡ്രസ്സ് ഇടുന്ന മനസ്സ് ഓർമ്മയുണ്ടോ? ഏട്ടൻ അതെന്തായാലും മറക്കില്ല എന്ന് എനിക്കറിയാം. SM സ്ട്രീറ്റിൽ തന്നെ ഏട്ടൻ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് വാങ്ങിച്ചു തന്ന ഡ്രസ്സാ. സന്ധ്യ, നീ എന്താടോ ചെയ്യുന്നത്? ഇതിനെ കണ്ണട നോക്കി ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? പിന്നെ ഞാൻ ആരോടായിട്ടാ സംസാരിക്ക? എനിക്കിവിടെ സംസാരിക്കാൻ ആരാ ഉള്ളത്? എനിക്ക് ഏട്ടന് എത്ര ഇഷ്ടമെന്നറിയോ? ഏട്ടൻ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വരുന്നവരെ കാത്തിരിക്കും. എനിക്ക് എന്തൊക്കെ പറയാനുണ്ടെന്നറിയോ? പക്ഷെ ഏട്ടൻ വന്നതും ഫ്രണ്ട്സ് വിളിച്ചുകൊണ്ട് ഒറ്റ പോക്ക. പിന്നെ എപ്പോഴാ കയറി വരുന്നത്? ലീവുള്ള ദിവസമാണെങ്കിലും അതേപോലെ തന്നെ. സത്യം പറഞ്ഞ ഏട്ടൻ ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ. ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഏട്ടന്റെ ലോകം, ഞാനും കുഞ്ഞു ഒറ്റപ്പെട്ട പോലെ. എവിടെയും കൊണ്ടുപോയില്ലെന്ന് എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ കൂടെ ഉണ്ടായിട്ടും ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കേണ്ടി നടക്കുമ്പോ പറ്റുന്നില്ല ഏട്ടാ. കുറച്ചേരം എന്റെയും കുഞ്ഞിന്റെയും കൂടി ഇരുന്നൂടെ?
ഹലോ എടാ, ഞാൻ കാപ്പാട് ബീച്ചിലുള്ളത്. ഫാമിലിയോട് വന്നാ ഇന്ന് ഞായറാഴ്ച ഒരു ദിവസമാടാ നമുക്ക് സമയം കിട്ടുള്ളൂ അവിടെ നിന്നൊക്കെ. അതല്ലടാ, ഇന്ന് ഞാനില്ല ബ്രോ. നമുക്ക് പിന്നെ കാണാം. ശരി. കല്യാണത്തിന് മുൻപ് നമ്മൾ ആണുങ്ങൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അത് നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെയായിരിക്കും. അതൊക്കെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ കല്യാണത്തിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത് നമ്മുടെ ഭാര്യയ്ക്കും കുഞ്ഞിനുമായിരിക്കണം. കാരണം അതുവരെ ജനിച്ചു വളർന്ന വീടും നാടും നാട്ടുകാരും സുഹൃത്തുക്കളെയും മാതാപിതാക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഓരോ പെൺകുട്ടികളും ഭാര്യയായിട്ട് മാറുന്നത്. കല്യാണത്തിന് ശേഷം അവരുടെ ലോകം എന്ന് പറയുന്നത് അത് നമ്മൾ ഭർത്താക്കന്മാരാണ്. ആ ഒരു സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, സ്നേഹവും കെയറും കൊടുക്കാതെ, ദിവസത്തിൽ കുറച്ചു നേരം പോലും അവരുടെ കൂടെ ഇരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് സുഹൃത്തുക്കളുടെ കൂടെ മണിക്കൂറുകളോളം ടൈം സ്പെൻഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാര്യമാർ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഭാര്യ എന്താണെന്ന് മനസ്സിലാക്കുന്ന, ഒരു ഭാര്യയ്ക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കുന്ന ഒരു ഭർത്താക്കന്മാർക്കും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും ഇതുപോലെ ചെയ്യുന്ന ഭർത്താക്കന്മാർ തീർച്ചയായും ഒന്ന് മാറി ചിന്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.